ഇനി ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ നോക്കാം. യുദ്ധഭൂമിയിൽ റോബോട്ടുകളുടെ ഉപയോഗം യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുന്നു. അമേരിക്കൻ സൈന്യത്തിലേക്ക് ഹ്യൂമനോയിഡ് റോബോട്ടുകളെ വികസിപ്പിക്കുകയാണ് ഇന്ത്യൻ വംശജരുടെ കമ്പനി. സാൻ ഫ്രാൻസിസ്കോ ആസ്ഥാനമായ ഫൗണ്ടേഷൻ ഫ്യൂച്ചർ ഇൻഡസ്ട്രീസ് എന്ന റോബോട്ടിക്സ് കമ്പനിയാണ് അമേരിക്കൻ സൈന്യത്തിനായി മനുഷ്യാകാര റോബോട്ടുകൾ വികസിപ്പിക്കുന്നത്. വെറും 2 വർഷം മുമ്പ് ആരംഭിച്ച കമ്പനി ഇതിനകം തന്നെ പ്രതിരോധ മേഖലയിലേക്ക് ശ്രദ്ധ തിരിച്ചിട്ടുണ്ട്. CNBCയുടെ റിപ്പോർട്ട് പ്രകാരം കമ്പനിയുടെ പരീക്ഷണ റോബോട്ടുകളുടെ ആദ്യ പതിപ്പുകൾ യുക്രൈനിലെത്തുകയും വിവിധ സഹായ ദൗത്യങ്ങൾ ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ ഇവ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ലെങ്കിലും യുദ്ധഭൂമിയിലെ പ്രവർത്തനക്ഷമതയും സാങ്കേതിക പരിമിതികളും വിലയിരുത്താനാണ് വിന്യസിച്ചിരിക്കുന്നത്. വീട്ടുജോലികൾക്കായുള്ള റോബോട്ടുകളെ വികസിപ്പിക്കുന്ന ടെസ്ല ഉൾപ്പെടെയുള്ള കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമായാണ് ഫൗണ്ടേഷൻ ഫ്യൂച്ചർ ഇൻഡസ്ട്രീസ് മുന്നേറുന്നത്. ഭാവിയിൽ അമേരിക്കൻ സൈന്യത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്ന റോബോട്ടുകളെ സൃഷ്ടിക്കുകയാണ് കമ്പനിയുടെ ലക്ഷ്യം. രസകരമായ മറ്റൊരു കാര്യം ഈ കമ്പനിയുടെ സ്ഥാപകർ ഇന്ത്യൻ വംശജരായ സാങ്കേത് പഥക്കും അർജുൻ സേത്തിയുമാണ് എന്നതാണ്. 2024 ആരംഭിച്ച ഇവരുടെ സംരംഭം ഇന്ന് യുദ്ധഭൂമിയിലെ റോബോട്ടിക് സാങ്കേതികവിദ്യയുടെ പുതിയ അധ്യായമായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയിലെ ട്രയംഫ് 400 സീരീസ് ബൈക്കുകൾക്ക് വില വർദ്ധിച്ചു. സ്പീഡ് 400 മുതൽ ത്രെക്സ്റ്റൺ 400 വരെ എല്ലാ മോഡലുകൾക്കും 5000 രൂപ വരെയാണ് അധിക ചെലവ് വരിക. ഇന്ത്യയിൽ ട്രയംഫ് തങ്ങളുടെ 400 സീരീസ് മോട്ടോർ സൈക്കിളുകളുടെ വില പരിഷ്കരിച്ചു. സ്പീഡ് 400, സ്പീഡ് T4, സ്ക്രാംബ്ലർ 400 XC, ത്രെക്സ്റ്റൺ 400 എന്നീ 4 മോഡലുകൾക്കും 2000 മുതൽ 5000 രൂപ വരെയാണ് വർധനവ്. സ്പീഡ് 400ന്റെ എക്സ് ഷോറൂം വില ഇപ്പോൾ 2.34 ലക്ഷം രൂപയാണ്. സ്പീഡ് T4ന്റെ വില 1.99 ലക്ഷം രൂപയായി. ത്രെക്സ്റ്റൺ 400നും സ്ക്രാംബ്ലർ 400 XCക്കും 5000 രൂപയുടെ വർധനവോടെ യഥാക്രമം 2.70 ലക്ഷവും 2.94 ലക്ഷവും വിലയായി. പ്രകടനത്തിൽ സ്പീഡ് T4 29 HP-യും 31 Nm-ഉം ഉൽപ്പാദിപ്പിക്കുമ്പോൾ സ്പീഡ് 400ഉം സ്ക്രാംബ്ലർ 400 XC-യും 37 HP-യും 32 Nm-ഉം നൽകുന്നു. ത്രെക്സ്റ്റൺ 400 40 HP കരുത്തോടെ ശ്രേണിയിലെ ഏറ്റവും ശക്തമായ മോഡലായി തുടരുന്നു. വില ഉയർന്നെങ്കിലും ഡിസൈൻ, പ്രകടനം, ബ്രാൻഡ് മൂല്യം എന്നിവ കാരണം ട്രയംഫ് 400 സീരീസ് ഇന്ത്യൻ റൈഡർമാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന മോഡലുകളായി തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ജീപ്പിന്റെ പുതിയ മിഡ് സൈസ് SUV 2028ഓടെ വിപണിയിലെത്തുമെന്ന റിപ്പോർട്ടുകൾ. അഡ്വഞ്ചർ പ്രേമികളെയും ഓഫ് റോഡ് ആരാധകരെയും ലക്ഷ്യമിടുന്ന ഈ മോഡൽ നിലവിലെ കോമ്പസിന് പകരക്കാരനാകുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. അമേരിക്കൻ വാഹന നിർമ്മാതാക്കളായ ജീപ്പ് ഇന്ത്യക്കായി പുതിയൊരു മിഡ് സൈസ് SUV വികസിപ്പിക്കുന്നതായി റിപ്പോർട്ടുകൾ. നിലവിൽ റാംഗ്ലർ, കോപ്പസ്, മെറിഡിയൻ, ഗ്രാൻഡ് ചെറോക്കി എന്നീ മോഡലുകൾ വിൽക്കുന്ന ജീപ്പ് പുതിയ SUV-യിലൂടെ വിപണിയിലെ സാന്നിധ്യം കൂടുതൽ ശക്തമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. കമ്പനി ഇതിനകം തന്നെ വാഹനത്തിന്റെ കൺസെപ്റ്റ് ഡിസൈൻ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കോമ്പസിനെ ഓർമ്മിപ്പിക്കുന്ന 7 സ്ലോട്ട് ഗ്രിൽ, കട്ടിയുള്ള ബോണറ്റ്, ഫ്ലഷ് ഡോർ ഹാൻഡിലുകൾ, ബോക്സി ഡിസൈൻ എന്നിവയാണ് പ്രധാന ആകർഷണങ്ങൾ. താഴത്തെ സ്കിഡ് പ്ലേറ്റും ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസും വാഹനം ഓഫ് റോഡ് ഉപയോഗത്തിനും അനുയോജ്യമാണെന്ന സൂചന നൽകുന്നു. ടാറ്റയുടെ പുതിയ ARGOS പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഈ SUV എത്തുക എന്നാണ് റിപ്പോർട്ടുകൾ. ICE, ഹൈബ്രിഡ്, CNG പവർ ട്രെയിനുകൾക്കും 4x4 സംവിധാനത്തിനും ഈ പ്ലാറ്റ്ഫോം പിന്തുണ നൽകും. എഞ്ചിൻ ഓപ്ഷനുകളിൽ 2.0 ലിറ്റർ ഡീസൽ യൂണിറ്റിനൊപ്പം 1.5 ലിറ്റർ പെട്രോൾ, ഡീസൽ എഞ്ചിനുകളും ലഭിക്കാനിടയുണ്ട്. ഹൈബ്രിഡ് സാങ്കേതിക വിദ്യയും കമ്പനി പരിഗണിക്കുന്നുണ്ട്. 2028ഓടെ ലോഞ്ച് പ്രതീക്ഷിക്കുന്ന ഈ പുതിയ ജീപ്പ് SUV-യുടെ പ്രാരംഭ വില ഏകദേശം 15 ലക്ഷം രൂപയാകുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.